ടി സിദ്ദീഖ് MLA മനുഷ്യത്വം ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, ഉളുപ്പുണ്ടോ എന്നും ചോദിക്കുന്നില്ല. കാരണം ഇത് രണ്ടും ചോദിക്കേണ്ടത് മനുഷ്യരോടാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഒരുപാട് വിവാദമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഒരുപാട് വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഇന്നലെ പുറത്തുവന്ന TM സിദ്ദീഖ് MLA എന്ന് പറയുന്ന വാ തുറന്നാൽ നുണകൾ പറയാൻ ഒരു മടിയുമില്ലാത്ത നുണേഷന്റെ അനുയായിയായ സിദ്ദീഖ് MLA ശ്രുതി എന്ന് പറയുന്ന സഹോദരിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. ആദ്യം നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് കാണാം, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. ശ്രീ ധനുഷും ഇനോക്കും നേരത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവർ രണ്ടുപേരും അവരുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം അവരേറ്റെടുത്തതിനുള്ള വലിയ ആശ്വാസവും നന്ദിയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തി അവരോട് പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടലിന്റെ അതിജീവനത്തിന്റെ കരുത്തുറ്റ ഒരു മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി. ശ്രുതിക്ക് 30 ലക്ഷം രൂപ ചെലവ് വരുന്നതായ 1500 സ്ക്വയർ ഫീറ്റ് വീടാണ്. നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ കരുത്തോടു കൂടിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ശ്രുതി എന്ന് പറയുന്ന സഹോദരിക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി വീടിന്റെ തറക്കല്ലുമിട്ട് അത് ഫോട്ടോഷൂട്ട് എടുത്ത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിപ്പിച്ച് കയ്യടി നേടിയ ടി സിദ്ദീഖ് എന്ന് പറയുന്ന MLA-യുടേതാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് ടി സിദ്ദീഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ചെറിയ പിക്ചർ എടുത്തു. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. 2024 സെപ്റ്റംബർ മാസം 26-ാം തീയതി പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടൊരുങ്ങും. ഇന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 11 സെന്റ് സ്ഥലത്ത് വീടിൻ്റെ തറക്കല്ലിട്ടു. 1500 സ്ക്വയർ ഫീറ്റ് വീടൊരുക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ടൈം ന്യൂസ് എന്ന സ്ഥാപനമാണ്. എൻ്റെ FB പോസ്റ്റാണ്. MLA ആയ ടി സിദ്ദീഖെ, നിനക്ക് ഉളുപ്പുണ്ടോ, നാണമുണ്ടോ, മാനമുണ്ടോ, അഭിമാനമുണ്ടോ, മനുഷ്യത്വമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം അത് ചോദിക്കേണ്ടത് മനുഷ്യരോടാണ്. മനുഷ്യന്റെ രൂപവും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും കുറുക്കന്റെ കൗശലവും വേട്ടപ്പട്ടിയുടെ മനസ്സുമുള്ള നിന്നോട് അത് ചോദിക്കുന്നവർ പോലും മണ്ടന്മാരാണ്. കാരണം നിനക്കേ ഇത് കഴിയൂ. പറക്കമുറ്റാത്ത 2 കുട്ടികളെയും അസുഖബാധിതയായ സ്വന്തം ഭാര്യയെയും ഒരു കാരണവുമില്ലാതെ കറിവേപ്പില പോലെ പാതി വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് കണ്ടവന്റെ ഭാര്യയെയും കൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന നിനക്ക് മനുഷ്യത്വവും മനസാക്ഷിയും ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർ പോലും മനുഷ്യരല്ല എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. സിദ്ദീഖ് MLA-യോട് പറയാനുള്ളത്, നിനക്കുറപ്പില്ലെങ്കിൽ പിന്നെ നീ എന്തിനായിരുന്നു ആ തറക്കല്ലിടൽ ചടങ്ങിന് പോയത്? അവർ ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ടാകും, പക്ഷെ ആ തറക്കല്ലെടുത്ത് അവിടെ വെച്ചത് നീയാണ്. അത് ഫോട്ടോഷൂട്ടാക്കി പ്രചരിപ്പിച്ചതും നീയാണ്. അതിന്റെ പേരിൽ കയ്യടി നേടിയതും നീയാണ്. അപ്പോൾ നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ സഹോദരിക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞവർ അതിന് തയ്യാറായില്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനും അവരെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനും ഉള്ള ഉത്തരവാദിത്തം നിനക്കുണ്ട്. കാരണം നീയൊരു KSU പ്രവർത്തകനല്ല, നീയൊരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമാണ്. നീയൊരു MLA-യാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ പറ്റാത്ത നിന്നെ എന്തർത്ഥത്തിലാണ് MLA എന്ന് വിളിക്കേണ്ടത്? വാ തുറന്നാൽ നുണകൾ പറയാനും അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും ഒരു മടിയുമില്ലാത്ത നിനക്ക് ഇതും ഇതിനപ്പുറവും കഴിയും. ഇത് മനസ്സിലാക്കേണ്ടത് കേരള ജനതയാണ്. ഇവനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച വോട്ടർമാരാണ്. ഒരിക്കൽ നിങ്ങൾക്ക് തെറ്റുപറ്റി, ഇനി തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ ഇവൻ കാണിച്ചു കൂട്ടിയ ഈ മനുഷ്യത്വമില്ലായ്മയ്ക്ക് നിങ്ങളാണ് പ്രതികരിക്കേണ്ടത്. അത് നിങ്ങളുടെ പൗരാവകാശം നിങ്ങളുടെ വിരൽത്തുമ്പിലൂടെ വിനിയോഗിച്ചു തന്നെയാകണം. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പേരിൽ പിരിച്ചെടുത്ത കോടികൾ കൊണ്ട് ശവത്തിൽ പോലും കൈയിട്ട് വാരിയ ഇവരെ പാഠം പഠിപ്പിക്കേണ്ടത് നിങ്ങളാണ് വോട്ടർമാരെ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.